സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിച്ചു. മെയ് മാസത്തിലെ സാമൂഹിക സുരക്ഷാക്ഷേമനിധി ബോർഡ് പെൻഷൻ തുക വിതരണം 2026 മെയ് 25 തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചു. ഇതിനായി 1070 കോടി രൂപ അനുവദിച്ചതായും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അറിയിച്ചു. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമെന്നത് യു.ഡി.എഫിന്റെ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു. നിലവിൽ 2000 രൂപയാണ് ക്ഷേമ പെൻഷൻ നൽകുന്നത്. 62 ലക്ഷത്തോളം പേർക്കും തുക ലഭ്യമാകും. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളിൽ 7 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് NSAP വിഭാഗത്തിൽപ്പെട്ട് കേന്ദ്ര വിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ആണ്. ഇവർക്കുള്ള വിഹിതം ആധാരിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പിന്നീട് എത്തിച്ചേരും. സംസ്ഥാന വിഹിതം മാത്രം ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് 2000 രൂപ പൂർണ്ണമായും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും. 26.67 ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ആദ്യഘട്ടത്തിൽ തുക എത്തിച്ചേരുക. ഇതിനോടൊപ്പം തന്നെ 24 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് വീടുകളിൽ പെൻഷൻ തുക എത്തിച്ചേരും. മെയ് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ തുകയും വിതരണം കൂടി പ്രഖ്യാപിച്ച ശേഷമായിരുന്നു പിണറായി സർക്കാർ പടിയിറങ്ങിയത്. മെയ് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം 25 മുതൽ ആരംഭിക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ 2000 രൂപ ഗുണഭോക്താക്കളിലേക്ക് മുടങ്ങാതെ തന്നെ നേരത്തെയുള്ള ലിസ്റ്റ് പ്രകാരം എത്തിച്ചേരും. ജൂൺ മാസം മുതൽ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിൽ അടിസ്ഥാനത്തിലാണ് വിതരണം ആരംഭിക്കുക. ഇതോടൊപ്പം തന്നെ വിവിധ മേഖലകളിലേക്കുള്ള ധനസഹായവും മറ്റാനുകൂല്യ വിതരണം കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ആശാവർക്കർമാർക്ക് നൽകിയ വാക്ക് പാലിക്കുന്നു എന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കി. 3000 രൂപയുടെ വർധനവാണ് ആദ്യ മന്ത്രിസഭാ യോഗത്തിനു ശേഷം പ്രഖ്യാപിച്ചിട്ടുള്ളത്. എല്ലാ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങളും വിതരണം ചെയ്യണമെന്നുണ്ടെന്നും ഇത് ആദ്യഘട്ടം മാത്രമാണെന്നുമാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഇപ്പോൾ 9000 രൂപയാണ് ആശാവർക്കർമാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് 12000 രൂപയാക്കി ഉയർത്തിയിരിക്കുകയാണ്. കൂടാതെ വിരമിക്കൽ ബെനിഫിറ്റിൽ മാറ്റം വരുത്തും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നത് അനുസരിച്ച് ഇത് വീണ്ടും വർദ്ധിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ക്ഷേമ പെൻഷൻ തുകയുടെ വർധനവ് പ്രഖ്യാപിച്ചിട്ടില്ല. പെൻഷൻ തുകയുടെ വർധനവ് ഉൾപ്പെടെ കാര്യങ്ങൾ ജൂൺ മാസം 5-ാം തീയതി അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിലാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. പെൻഷൻ തുകയിൽ 100 മുതൽ 200 രൂപ വരെ വർധനവാണ് ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. 65 ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളിൽ നിരവധി അനർഹർ കടന്നുകൂടിയിട്ടുണ്ട്. അനർഹരായ എല്ലാവരെയും ഒഴിവാക്കി ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് മാത്രം വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം എത്തിച്ചേരുന്ന രീതിയിലായിരിക്കും ഇനി വിതരണം പുനഃക്രമീകരിക്കുക. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ക്ഷേമ പെൻഷൻ തുകയുടെ വർധനവ് പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ മെയ് മാസവും ഗുണഭോക്താക്കൾക്ക് 2000 രൂപ വീതമാകും എത്തിച്ചേരുക. ജൂൺ മാസം മുതൽ പെൻഷൻ തുകയുടെ വിതരണത്തിൽ വമ്പൻ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. സാമൂഹിക സുരക്ഷാ പെൻഷൻ 3000 രൂപ ആക്കുന്നതും സർക്കാരിന് മുന്നിൽ വലിയ വെല്ലുവിളിയാണ്. നിലവിൽ 2000 രൂപ പെൻഷൻ നൽകാൻ തന്നെ പ്രതിമാസം ഏകദേശം 1050 കോടി രൂപ ചെലവാകും. ഇത് 3000 രൂപയാക്കിയാൽ ചിലവ് ഗണ്യമായി ഉയരും. പെൻഷൻ മുടങ്ങാതിരിക്കാൻ ഇടതുമുന്നണി സർക്കാർ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് രൂപവൽക്കരിച്ച് ബജറ്റിന് പുറത്തുള്ള വായ്പയിലൂടെ തുക കണ്ടെത്താനായിരുന്നു. എന്നാൽ ഈ രീതിയെ യു.ഡി.എഫ് സർക്കാർ നേരത്തെ വിമർശിച്ചിരുന്നു. അതിനാൽ പുതിയ സർക്കാർ പെൻഷൻ വിതരണം എങ്ങനെ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ശ്രദ്ധേയമാണ്. 25 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷയും കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രതിമാസ ധനസഹായവും സർക്കാരിന് സാമ്പത്തിക ബാധ്യതയാകും. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ യു.ഡി.എഫിന്റെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഉൾപ്പെടുത്തി ഇന്ദിരാഗാന്ധി കാർഡ് സംസ്ഥാനത്തുടനീളം വിതരണം ചെയ്തിരുന്നു. വീടുകളിൽ സന്ദർശിച്ച് കുടുംബങ്ങളുമായി നേരിട്ട് സംവദിച്ചതും നേതാക്കൾ അധികാരത്തിലെത്തിയാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഇത് വാഗ്ദാനങ്ങളാൽ നടപ്പാക്കുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ അംഗൻവാടി ഹെൽപ്പർ ടീച്ചർക്ക് 1000 രൂപ വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രീ പ്രൈമറി ടീച്ചർ 1000 രൂപ വർധനവും പാചക തൊഴിലാളികൾക്ക് 1000 രൂപ വർധനവുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് KSRTC സൗജന്യ യാത്ര പദ്ധതി നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. വയോജനങ്ങൾക്ക് പ്രത്യേക വകുപ്പ് രൂപീകരിക്കും. വയോജന വകുപ്പ് രാജ്യത്തെ ആദ്യമാണ് ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രി സമൂഹം പരിഷ്കൃതമാക്കണമെങ്കിൽ മുതിർന്നവരെ സംരക്ഷിക്കണമെന്നും കൂട്ടിച്ചേർത്തു. വയോജന വകുപ്പിനു പിന്നിൽ സ്വപ്നതുല്യമായ ലക്ഷ്യമുണ്ടെന്നും വി.ഡി. സതീശൻ മുഖ്യമന്ത്രി വ്യക്തമാക്കി. മന്ത്രിസഭാ യോഗത്തിനു ശേഷം ആദ്യ വാർത്താ സമ്മേളനമായിരുന്നു മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പ്രഖ്യാപനം. വിവിധ മേഖലകളിലേക്കുള്ള എല്ലാ പ്രഖ്യാപനവും കൂടി ഒരു ദിവസം കൊണ്ട് പ്രഖ്യാപിക്കാൻ സാധിക്കുകയില്ല എന്നും വരും ദിവസങ്ങളിൽ വമ്പൻ ആനുകൂല്യ വിതരണങ്ങൾ പ്രഖ്യാപിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. വിവിധ മേഖലകളിലേക്കുള്ള കൂടുതൽ ആനുകൂല്യ വിതരണങ്ങൾ
ഏതൊക്കെ എന്തൊക്കെയെന്ന് വരും ദിവസങ്ങളിൽ തന്നെ അറിയാൻ കഴിയും. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കാത്തിരിക്കുക.